എല്ലാവർക്കും പ്രവാസി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോഴുള്ളത് ഷാർജ അബുഷകരയിലുള്ള റൈഹാൻ ഗൾഫ് മെഡിക്കൽ സെന്ററിലാണ്. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ സ്വാധീന ശക്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അനീസ് അലിയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ ഡോക്ടർ നൽകിയ അതിയായ സംഭാവനകളെ കുറിച്ചറിഞ്ഞ് ഡോക്ടറിന് റീസെന്റ് ദുബായ് ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചു എന്നറിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ ഓൺ ദിസ് റിമാർക്കബിൾ അച്ചീവ്മെന്റ്. ആദ്യം ഈ ഒരു അവാർഡിനെ കുറിച്ച് തന്നെ ചോദിച്ചറിയാം. ഡോക്ടർ, ഈ ഒരു അവാർഡ് ലഭിക്കുന്നത് അതും ദുബായിൽ വലിയൊരു ബഹുമതി തന്നെയാണ് അല്ലേ? ഈ ഒരു അവാർഡിലേക്ക്, ഈ ഒരു അംഗീകാരത്തിലേക്ക് എത്താൻ ഡോക്ടർ എടുത്ത ഹാർഡ് വർക്കിനെ കുറിച്ച് അല്ലെങ്കിൽ ഡോക്ടർ നൽകിയ ആത്മാർത്ഥതയെക്കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ഇത് ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചതായിട്ട് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അതിലൊരു അംഗീകാരം തന്നെയാണ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു റെക്കഗ്നീഷൻ, അത് തീർച്ചയായിട്ടും നമുക്ക് ഫർദർ നമുക്കുള്ള വർക്ക് ചെയ്യാനും മറ്റുള്ളതിനുള്ളൊരു മോട്ടീവാണ്. അതാണ്. പക്ഷെ എൻ്റെ ഒരു പാഷനാണ് എനിക്ക് വർക്ക് ചെയ്യുന്നത്. ഞാൻ 3 കൺട്രീസിലായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ ദുബായിൽ ഒരു 15 വർഷമായിട്ട് റെഗുലർലി എവറി മന്ത് വന്നു പോകുന്ന ഒരു കൺസൾട്ടൻ്റാണ്. അതുപോലെ തന്നെ ഖത്തറിലും ഒരു 12 വർഷമായിട്ട് പോകുന്നുണ്ട്. 22 വർഷമായിട്ട് നാട്ടിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ പല ആളുകളും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തിനാ ഇങ്ങനെ ഓടി നടന്ന് കാശ് ഉണ്ടാക്കുന്നത്? അപ്പോൾ നമുക്ക് കാശ് ഉണ്ടാക്കലല്ല അതിൽ പ്രാധാന്യം, നമ്മളൊരു പാഷനാണ്. എൻ്റെ പ്രൊഫഷനിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് കൺട്രീസിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുകയും അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഒരേ അസുഖം തന്നെയാണ്, ഡിപ്രഷൻ തന്നെയാണെങ്കിലും മറ്റ് രാജ്യക്കാരായി വരുമ്പോൾ അവർ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട രീതിയൊക്കെ വ്യത്യസ്തതയാണ്. അതിലൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. നിങ്ങൾക്കറിയാം, ധാരാളം സ്പെഷ്യാലിറ്റി ആളുകൾ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്ത് പോകുന്നത് അറിയാം. പക്ഷേ എങ്കിലും ഈ സൈക്യാട്രി സ്പെഷ്യാലിറ്റിയിലൊക്കെ കൺസൾട്ട് ചെയ്ത് പോകുന്ന ആളുകൾ വളരെ തുച്ഛം മാത്രം. എസ്പെഷ്യലി 3-4 ദിവസം വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്, ഫിസിക്കൽ പ്രയാസങ്ങളുണ്ട്. കാരണം ഞാൻ ഒരു ടൈം സോണിൽ നിന്ന് മാറി വേറൊരു ടൈം സോണാണ് ഇവിടെ. ഇപ്പോൾ നമ്മളെ ദുബായ് 1.5 hour ബാക്കോട്ടാണ് ഇവിടെ. ഇത് കഴിഞ്ഞ് ഞാൻ 4-5 ദിവസം കഴിഞ്ഞ് ഇവിടുത്തെ കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഖത്തറിലേക്കാണ് പോകുന്നത്. അവിടെ 2.5 hours വ്യത്യാസമാണ്. ഇതൊക്കെ ഞാൻ വളരെ ഷോർട്ടർ പീരീഡ് മാത്രമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, 4-5 ദിവസങ്ങൾ. ഈ 4-5 ദിവസങ്ങളും ഞാൻ എൻ്റെ വർക്ക് ഷെഡ്യൂൾ ഭയങ്കര ഹെക്ടിക്കാണ്. ഞാൻ ഒരു മാസം കാണുന്ന പേഷ്യൻ്റ് ഏകദേശം ഞാൻ 4-5 ദിവസം കൊണ്ട് ഇവിടെ കണ്ടു തീർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ വളരെ ബിസി ഷെഡ്യൂളിലാണ്. പക്ഷേ എന്നാലും അങ്ങനെ ബിസി അല്ലെങ്കിൽ എനിക്ക് അത് ആ ദിവസം ഒരു വെർത്തായിട്ടില്ല എന്നുള്ള തോന്നലാണ്. ഇപ്പോൾ എന്തെങ്കിലും ഞാൻ കുറച്ച് ചാനൽ പ്രോഗ്രാംസൊക്കെ ഇവിടെ റെഗുലറായി ചെയ്യുന്നുണ്ട്, ലൈവ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ആയിട്ടുള്ള. അതിലൊക്കെ ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം എനിക്കൊരു ഫുൾഫില്ലായമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്, അല്ലാതെ അതിനു വേണ്ടി ഓടി നടക്കുകയൊന്നുമില്ല. ആ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള ചില റെക്കഗ്നീഷൻസിനൊക്കെ കിട്ടുമ്പോൾ നമുക്കറിയാതെ കിട്ടുന്ന ഒരു എൻകറേജ്മെൻ്റ് ആണ്. അത് പിന്നീട് നമുക്ക് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം, വർക്ക് ചെയ്യണം എന്നതിനൊരു തോന്നൽ കൂടിയാണ്. റൈഹാൻ ഗൾഫ് മെഡിക്കൽ സെന്ററിൽ സൈക്കാട്രിക് സർവീസസ് ആണ് ഡോക്ടർ ഇപ്പോൾ നൽകുന്നത്. ഏതെല്ലാം ഏരിയാസ് ആണ് ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്യുന്നത്? ഇവിടെ വരുന്ന പേഷ്യൻസിന് ഏതെല്ലാം തരത്തിലുള്ള സപ്പോർട്ടാണ് ഡോക്ടറിന് നൽകാൻ സാധിച്ചത്? തീർച്ചയായിട്ടും എല്ലാ സൈക്കോളജിക്കൽ പ്രോബ്ലംസും നമ്മളിവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഗൾഫ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ചില റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഭയങ്കര വയലൻസ് ആയിട്ടുള്ള കേസുകൾ നമുക്കിവിടെ ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഇൻ പേഷ്യൻറ്റ് ഫെസിലിറ്റി നമുക്കിവിടെ പ്രൈവറ്റ് സെക്ടറിൽ സൈക്യാട്രിക് ഇല്ല, ഓൾ GCC കൺട്രീസിലില്ല. അപ്പോൾ അത് അവർ ഗവൺമെൻറ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം റെസ്റ്റ്ലെസ് ആയിട്ടുള്ള, ഒരു പരിധിക്ക് അപ്പുറം റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കേസുകൾ വരികയാണെങ്കിൽ അവർ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുക. പക്ഷേ അല്ലാത്ത എല്ലാ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, കുട്ടികളായിക്കോട്ടെ അഡൽട്ട് ആയിക്കോട്ടെ, അവരുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഡീൽ ചെയ്യാറുണ്ട്. അവർക്ക് പിന്നെ ഇവിടെയുള്ള ഒരു പ്രശ്നം GCC കൺട്രീസിൽ മെഡിസിൻ അവൈലബിലിറ്റിയാണ്. മെഡിസിൻ അവൈലബിലിറ്റി വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ നാടിനായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പിന്നോക്കാണ്. പിന്നെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത്രയധികം സാമ്പത്തിക ഭദ്രത ഇല്ലാത്തൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരാളാണെങ്കിൽ ഞാൻ തന്നെ അവരോട് അഡ്വൈസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഞാൻ അവിടെയും വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾ നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുറച്ചൊന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം വന്നാൽ മതിയെന്ന്. പിന്നെ നാട്ടിൽ കിട്ടുന്ന എല്ലാ മെഡിസിൻസും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന മെഡിസിൻസിലേക്ക് മാറിയിട്ട് വരുന്നതാണ് ബുദ്ധി. യൂഷ്വലി സാധാരണ നാട്ടിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റിനെ കാണുമ്പോൾ അവിടുന്ന് എഴുതിയ മെഡിസിൻസ് ഇവിടെ അവൈലബിൾ ആവില്ല. അപ്പോൾ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രയാസമുണ്ടാകും. അപ്പോൾ ഇവിടെ കൂടിയും കിട്ടുന്ന മരുന്നുകൾ നാട്ടിൽ നിന്ന് തന്നെ ട്രീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ.
ഇപ്പോഴും ഒരുപാട് ആളുകൾ മെൻ്റൽ ഹെൽത്ത് വീക്കാണെങ്കിലും അതിനായുള്ള സപ്പോർട്ട് ചോദിക്കാൻ പലപ്പോഴും മടി കാണിക്കുന്നുണ്ട് അല്ലേ? സോ സൈലൻ്റ്ലി സ്ട്രഗിൾ ചെയ്യുന്നവരോട് എന്ത് മെസ്സേജാണ് ഡോക്ടർ നൽകാൻ ആഗ്രഹിക്കുന്നത്? അത് ഈ മെൻ്റൽ ഹെൽത്തിനോട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആളുകൾക്കൊരു സ്റ്റിഗ്മ ഉണ്ട്. ഇപ്പോൾ വളരെ കുറവാണ് ഇപ്പോൾ. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനസിക രോഗങ്ങൾ ഒരു ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന രോഗമല്ല. മെജോറിറ്റി ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതല്ല. ഇപ്പോൾ നമുക്ക് പ്രഷർ ആണെങ്കിലും ഷുഗർ ആണെങ്കിലും ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ഈവൻ ഹാർട്ട് സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ ECG എടുക്കാം, എക്കോ എടുക്കാം, ഒക്കെ TMT എല്ലാം ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താം. പക്ഷേ ഇത് നമ്മൾ ബിഹേവിയറിലൂടെ സ്വഭാവ രീതികളിലൂടെ വളർന്നു വരുന്നതായതുകൊണ്ട് അതിന് ഇഷ്ടം പോലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ചികിത്സാ രീതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും പാടില്ലാത്തതാണെങ്കിലും ഒരു വിഭാഗം ആളുകളെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയുള്ളൊരു തെറ്റിദ്ധാരണകൾ വളരെ കൂടുതലാണ്. പക്ഷേ ഇന്ന് മുൻകാലത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാ രീതികളും ഏറ്റവും കൂടുതൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് സൈക്യാട്രി. അതുകൊണ്ട് തന്നെ അത്രയധികം മാനസിക പ്രശ്നങ്ങൾ ആളുകളിലേക്ക് ഉണ്ട്. എസ്പെഷ്യലി നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ കാലഘട്ടങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതിൻ്റെ നല്ല പോസിറ്റീവ് വശങ്ങൾ നമ്മൾ കാണുന്നു, പക്ഷേ അതിന് നെഗറ്റീവ് വശങ്ങളാണ് ഞങ്ങളുടെ അടുത്ത് കൂടുതലും പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അഡ്വാൻസ് ടെക്നോളജി വരുമ്പോൾ കുറേ നെഗറ്റീവ്സ് വരും. ആ നെഗറ്റീവ്സിനെ എങ്ങനെ ഓവർകം ചെയ്ത് എങ്ങനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള പഠിക്കലാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരിക്കലും അതിന് ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ സൈക്യാട്രിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനെപ്പറ്റി ആളുകൾ ഇപ്പോൾ ധാരാളം ആളുകൾ പഠിച്ച് മനസ്സിലാക്കി വരുന്നു. എസ്പെഷ്യലി കുട്ടികളൊക്കെ എഡ്യൂക്കേഷൻ പ്രോബ്ലം, ബിഹേവിയർ പ്രോബ്ലം, എസ്പെഷ്യലി ലഹരികൾ ഇപ്പോൾ വളരെയധികം അടിമപ്പെട്ട് വരികയാണ്. ഈവൻ മൊബൈലിലും മറ്റുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വളരെയധികം അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡിന് ശേഷം ഈ ഡിജിറ്റൽ ഡിവൈസ് ഉപയോഗിക്കാൻ വേണ്ടി സ്കൂളിൽ തന്നെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വരികയാണ്. നോട്ട്സൊക്കെ അധികം അയക്കുന്നത് വാട്സപ്പിലൂടെയും മറ്റുള്ളവരുടെയാണ്. അപ്പോൾ പാരൻസ് നിർബന്ധിതരാവുകയാണ് ശരിക്കും പറഞ്ഞാൽ മൊബൈൽസും മറ്റതും കുട്ടികൾക്ക് കൊടുക്കാൻ. പക്ഷേ ആ പ്ലാറ്റ്ഫോമിലൂടെ കുട്ടികൾ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരവസ്ഥ വരുന്നുണ്ട്. എല്ലാവരും അങ്ങനെ ആയിക്കോണമെന്നില്ല, പക്ഷേ അതിലൊരു ഡിപ്പെൻഡൻസി വന്നു കഴിഞ്ഞാൽ അതിന് മാറിക്കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അത്തരം കേസുകളൊക്കെ ധാരാളം ഞാനിവിടെ കാണുന്നുണ്ട്. ഡോക്ടറിൻ്റെ ഈ ഒരു വിലപ്പെട്ട, അതായത് തിരക്കേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.